ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ ഈ സീസണിൽ നമ്മുടെ പറമ്പിലൊക്കെ എന്തുമാത്രം ചക്കയും മാങ്ങയും ഒക്കെയാണ് വീണ് വേസ്റ്റ് ആയി പോകുന്നത്. ഇതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് സീസൺ കഴിഞ്ഞാലും കഴിക്കാമല്ലോ. ഇത് പച്ചയ്ക്ക് തന്നെ അതിന്റെ ടേസ്റ്റ് ഒട്ടും തന്നെ മാറാതെ ഒരു കെമിക്കലും ചേർക്കാതെ തന്നെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച് നോക്കൂ. നമുക്ക് അടുത്ത സീസൺ വരെ ഒരു വർഷത്തോളം ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ആദ്യം തന്നെ മാങ്ങ എങ്ങനെയാണ് പച്ചയ്ക്ക് തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്ന് നോക്കാം. ഇതിങ്ങനെ തൊലിയോടുകൂടി തന്നെ മുറിച്ചെടുക്കുക. ഒരുപാട് തൊലിക്കട്ടിയൊക്കെ ഉള്ളതും തൊലിക്കൊരു കയ്പ് ടേസ്റ്റ് ഒക്കെ ഉള്ള മാങ്ങയാണെങ്കിൽ അതിന്റെ തൊലി അങ്ങ് ചെത്തിക്കളയണം. ഇനി ഇതിങ്ങനെ മീഡിയം സൈസിലായി മുറിച്ചെടുക്കുക. തീരെ ചെറിയ പീസായി പോകരുത്. മുഴുവൻ മാങ്ങയും ഇങ്ങനെ തന്നെ അരിഞ്ഞെടുക്കുക. നമുക്ക് എത്ര മാങ്ങയാണോ സ്റ്റോർ ചെയ്യാൻ വേണ്ടത് അത്രയും മാങ്ങ അരിഞ്ഞെടുക്കുക. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കുക. ചൂടുവെള്ളം ഒന്നും വേണ്ട, സാധാ വെള്ളം മതി. ഇതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനിയും വേണ്ടത് നാരങ്ങയുടെ നീരാണ്. നല്ല നീരുള്ള നാരങ്ങയാണെങ്കിൽ ഒരെണ്ണം മതി. ഈ നാരങ്ങയുടെ നീര് കൂടി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ മുറിച്ചു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കുക. മാങ്ങയെല്ലാം നല്ലതുപോലെ മുങ്ങിക്കിടക്കത്തക്ക വിധം വേണം വെള്ളം എടുക്കാൻ. ഇതൊരു അരമണിക്കൂർ നേരം ഇങ്ങനെ തന്നെ വെള്ളത്തിലിടണം. എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കുക. ഇതിലെ വെള്ളമെല്ലാം പോയ ശേഷം നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ ടവലിലേക്ക് ഇത് നിരത്തിയിടുക. ഒന്നൊന്നേ മുട്ടാതെ വേണം നിരത്തിയിട്ട് കൊടുക്കാൻ. നമ്മൾ വെയിലത്ത് മാങ്ങ ഉണക്കിയെടുത്ത മാങ്ങയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇങ്ങനെ പച്ചയായിട്ട് തന്നെ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് അച്ചാറിടാനും മാങ്ങാച്ചമ്മന്തി അരയ്ക്കാനും മീനിലിട്ട് കറി വെക്കാനും ഒക്കെ പറ്റും. ഇതിന്റെ മുകളിലെ വെള്ളമയമൊക്കെ ടവല് കൊണ്ടൊന്ന് മാറ്റിയെടുക്കണം. ഇത് വെയിലത്തൊന്നും കൊണ്ടുപോയി ഉണക്കരുത്. വെയിലത്ത് ഉണക്കിയെടുത്താൽ ഒരു വാടിയ ടേസ്റ്റ് വരും. ഇതിന്റെ മുകളിലായിട്ടുള്ള ഈർപ്പമെല്ലാം ഒന്ന് മാറിക്കിട്ടിയാൽ മതി. പാനിന്റെ അടിയിലായിട്ട് നിരത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ വെള്ളമയം എല്ലാം മാറിക്കിട്ടും. ഇതിന്റെ വെള്ളമയമെല്ലാം നല്ലതുപോലെ മാറിയ ശേഷം ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റിയിടണം. അകത്തായി 1-2 ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്ത ശേഷം അതിന് മുകളിലായി ഈ മാങ്ങ നിരത്തി വെച്ച് കൊടുക്കുക. ഇതിനകത്ത് എന്തെങ്കിലും വെള്ളമയം ബാക്കി ഉണ്ടെങ്കിൽ ഈ ടിഷ്യൂവിൽ പിടിച്ച് മാറിക്കോളൂ. നമുക്ക് എത്ര മാങ്ങയാണ് സ്റ്റോർ ചെയ്യാൻ വേണ്ടത് അത്രയും മാങ്ങ ബോക്സിലാക്കി എടുക്കുക. ഫ്രീസറിലെ സ്പേസിനനുസരിച്ച് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് എടുക്കുക. ഈ മാങ്ങകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഫ്രീസറിൽ വെക്കുന്നത്. മുകളിലായി ഒരു ടിഷ്യൂ കൂടെ വെച്ച് കൊടുത്ത ശേഷം ബോക്സ് നന്നായിട്ട് അടച്ചെടുക്കുക. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ വേണം ഇത് സൂക്ഷിക്കാൻ. ഇത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ സൂക്ഷിക്കുക. 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച ശേഷം മാങ്ങ പുറത്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രീസറിൽ വെക്കുന്നതുകൊണ്ട് ഈ മാങ്ങകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും. ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ചാൽ നമുക്ക് കുറച്ച് കുറച്ചായി എടുക്കാൻ പാട് വരും. ഇതിനി ഇതുപോലുള്ള സിപ്ലോ കവറിലേക്ക് ഇട്ട് വെക്കുക. ഒട്ടും തന്നെ നനവില്ലാതെ വേണം വെക്കാൻ. ഇങ്ങനെ ടിഷ്യൂ പേപ്പർ മുകളിലും താഴെയായി വെച്ച് കൊടുത്തതുകൊണ്ട് മാങ്ങയിലുള്ള ഈർപ്പമെല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട്. കവറിനുള്ളിലെ എയർ എല്ലാം നല്ലതുപോലെ കളഞ്ഞിട്ട് വേണം അത് ലോക്ക് ചെയ്തെടുക്കാൻ. ഇതിന്റെ സൈഡ് ഒന്ന് മടക്കി കൊടുത്ത ശേഷം ഇത് ഈ ബോക്സിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. ഒട്ടും തന്നെ എയർ കടക്കാത്ത വിധം അടപ്പ് നല്ലതുപോലെ തന്നെ അടച്ചു കൊടുക്കുക. ഇത് വീണ്ടും ഫ്രീസറിലേക്ക് തന്നെ വേണം വെക്കാൻ. ഇങ്ങനെ വെച്ചാൽ മാങ്ങയുടെ അടുത്ത സീസൺ വരെ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാം. ഇങ്ങനെ വെച്ചാൽ മാങ്ങയുടെ ടേസ്റ്റ് ഒട്ടും തന്നെ പോകാതെ മാങ്ങ ഇല്ലാത്ത സമയത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ മാങ്ങ ഒരെണ്ണം പോലും വേസ്റ്റ് ആക്കി കളയാതെ മാങ്ങ ഒരുപാടുള്ളവരെല്ലാം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായി പച്ചച്ചക്ക എങ്ങനെയാണ് പച്ചയായി തന്നെ വർഷം മുഴുവനും സൂക്ഷിച്ചു വെക്കുന്നതെന്ന് നോക്കാം. ചക്ക 2ആയി മുറിച്ച ശേഷം ഇതുപോലെ ചെറിയ പീസായി മുറിച്ചെടുക്കുക. ഇങ്ങനെ ചെറിയ പീസായി മുറിച്ചെടുത്താൽ ഇതിന്റെ കൂഞ്ഞി ഒട്ടും തന്നെ മുറിഞ്ഞു പോകാതെ ഒന്നായിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഈ കൂഞ്ഞി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള പലതരത്തിലുള്ള കറികൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ ചുളയെല്ലാം അടർത്തി എടുത്തിട്ടുണ്ട്. എല്ലാ ചുളയും അടർത്തി എടുത്ത ശേഷം ഓരോ ചുളയും അതിന്റെ ചകിണിയും കുരുവും എല്ലാം മാറ്റി വൃത്തിയാക്കി എടുക്കുക. ഇനി ഇതെല്ലാം ഒരു മീഡിയം സൈസ് വലിപ്പത്തിലാക്കി മുറിച്ചെടുക്കുക. കേടായതോ ചതഞ്ഞതോ ഒക്കെ ആയ ചുളകൾ എടുക്കരുത്. നമ്മുടെ മിക്കവരുടെയും വീടുകളിൽ ഒരുപാട് ചക്ക ഉണ്ടാവും. മഴക്കാലം വരുമ്പോഴേക്കും ഇതെല്ലാം വെറുതെ പാഴായി പോകും. ഇങ്ങനെയൊക്കെ ഒന്ന് സൂക്ഷിച്ചു വെച്ചാൽ ചക്കയുടെ രുചി ഒട്ടും തന്നെ പോകാതെ വർഷം മുഴുവനും പച്ചച്ചക്ക കഴിക്കാം. ഇങ്ങനെ 2 സൈഡും മുറിച്ചെടുത്ത ശേഷം കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താൽ നമുക്ക് വറക്കാനായി സൂക്ഷിച്ചു വെക്കാൻ പറ്റും. നമ്മൾ മുഴുവൻ ചക്കയും മുറിച്ചെടുത്തിട്ടുണ്ട്.
ഇനി ഈ അരിഞ്ഞെടുത്ത ചക്കയിലേക്ക് ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് എല്ലാ സൈഡിലും എത്തുന്നത് പോലെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് കൂടുതൽ കാലം കേടുകൂടാതിരിക്കാൻ വേണ്ടിയാണ് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചക്ക സൂക്ഷിച്ചു വെക്കാനുള്ള 3 മെത്തേഡ് ഞാൻ കാണിക്കുന്നുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കിയെടുക്കുക. തിളച്ചു പോകരുത്, നല്ലതുപോലെ ചൂടാക്കിയെടുത്താൽ മാത്രം മതി. ഇതിലേക്ക് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന ചക്കകൾ ഇട്ട് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് ഇങ്ങനെ തന്നെ വെക്കുക. ഇടയ്ക്കായി ഇളക്കി കൊടുക്കണം. 2 മിനിറ്റിന് ശേഷം ഇത് കോരിയെടുത്ത് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. തണുത്ത വെള്ളത്തിൽ ഇട്ട ശേഷം നല്ല കട്ടിയായിട്ട് തന്നെയാണ് ചക്ക ഉള്ളത്. ഇത് ഒട്ടും തന്നെ വെന്തു പോകാതെ നല്ല പച്ചയായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനി കോരിയെടുത്ത് ഇതിലെ വെള്ളം മുഴുവനും മാറ്റിയെടുക്കുക. ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാനായി കട്ടിയുള്ള ഒരു കോട്ടൺ തുണിയിൽ നിരത്തി ഇട്ട് കൊടുക്കുക. ഒന്നൊന്നേ തൊടാത്ത വിധത്തിൽ വേണം നിരത്തി കൊടുക്കാൻ, എങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. ഇതിന്റെ മുകളിലെ വെള്ളമെല്ലാം ഒന്ന് ഒപ്പി മാറ്റിയെടുക്കണം. ഫാനിന്റെ താഴെയായി വേണം ഇതിങ്ങനെ നിരത്തി കൊടുക്കാൻ. നല്ലതുപോലെ ഇതിന്റെ ഈർപ്പം മുഴുവനും മാറിക്കിട്ടണം. വെള്ളത്തോടെ സൂക്ഷിച്ചു വെച്ചാൽ കേടായി പോവും. അതുകൊണ്ട് നല്ലതുപോലെ ഡ്രൈ ആക്കി എടുക്കണം. വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കരുത്, അതിന് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ എടുത്താൽ നല്ല പച്ച ടേസ്റ്റ് തന്നെ കിട്ടും. ഇത് നന്നായി ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനി ഒരു സിപ്ലോ കവറിലാക്കി എടുക്കുക. കവറിന്റെ എയർ കംപ്ലീറ്റ് ആയി മാറിയതിനു ശേഷം വേണം ലോക്ക് ചെയ്തെടുക്കാൻ. ഇതിനി ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് ഒട്ടും തന്നെ ടേസ്റ്റ് പോകാതെ അടുത്ത സീസൺ വരെ ഉപയോഗിക്കാൻ പറ്റും. രണ്ടാമത്തെ മെത്തേഡ്, ഇഡലിത്തട്ടിൽ കുറച്ച് വെള്ളം വെച്ച ശേഷം തിളച്ചു വരുമ്പോൾ മുകളിലായി തട്ട് വെച്ചു കൊടുത്ത് ഉപ്പ് പുരട്ടി വെച്ച ചക്കകൾ ഇങ്ങനെ നിരത്തി വെച്ചു കൊടുക്കുക. കൂന കൂട്ടി വെക്കരുത്, ഇതുപോലെ നിരത്തി കൊടുക്കണം. ഒരു 1.5-2 മിനിറ്റ് മാത്രം ആവി കയറ്റിയാൽ മതി. ഒരുപാട് സമയം വേവിക്കരുത്. ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയാൽ മാത്രം മതി. 2 മിനിറ്റിന് ശേഷം പെട്ടെന്ന് തന്നെ കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് നിരത്തി ഇട്ട് കൊടുക്കുക. ഇത് നന്നായി തണുക്കുന്നതിന് വേണ്ടി ഫാനിന്റെ അടിയിലായി നിരത്തി വെച്ചു കൊടുക്കുക. ഇതിന്റെ മുകളിലത്തെ വെള്ളമയമൊക്കെ ഒന്ന് ഒപ്പിക്കളഞ്ഞ് ഇത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. നല്ലതുപോലെ ഡ്രൈ ആയ ശേഷം സിപ്ലോ കവറിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള പ്ലാസ്റ്റിക് കവറിലോ എടുക്കുക. എയർ ഒട്ടും തന്നെ അകത്ത് നിൽക്കാത്ത വിധത്തിൽ വേണം അടച്ചു കൊടുക്കാൻ. ഇതും ഫ്രീസറിൽ സൂക്ഷിച്ചു വെച്ച് നമുക്ക് അടുത്ത സീസൺ വരെ പച്ചയായി തന്നെ ഉപയോഗിക്കാൻ പറ്റും. മൂന്നാമത്തെ മെത്തേഡ്, പച്ചച്ചക്ക ഇങ്ങനെ തന്നെ വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം. ഇത് ആവി കയറ്റിയോ ഉപ്പ് പുരട്ടുകയോ ഒന്നും ചെയ്യാത്ത ചക്കയാണ്. ഇത് ഒരു സിപ്ലോ കവറിലാക്കി ഇത് ഇങ്ങനെ തന്നെ ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇങ്ങനെ 1-2 മാസം വരെ നമുക്ക് ഫ്രീസറിൽ വെച്ച് ഉപയോഗിക്കാം. ഫ്രിഡ്ജ് ഓഫ് ആയി പോകാതെ സൂക്ഷിക്കണം. പക്ഷെ കറണ്ട് പോയാലോ എടുത്തതിന് ശേഷം ബാലൻസ് വരുന്നത് വീണ്ടും ഫ്രീസറിൽ വെക്കുമ്പോഴോ കേടാവാൻ ചാൻസ് ഉണ്ട്. പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ഇങ്ങനെ വെക്കാം. കൂടുതൽ ദിവസങ്ങൾ സൂക്ഷിച്ചു വെക്കാനാണെങ്കിൽ ആദ്യത്തെ 2 മെത്തേഡുകളാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ കൂടുതൽ ചക്ക കിട്ടുന്ന സമയത്ത് ഈ രീതിയിൽ ചെയ്തു വെച്ചാൽ സീസൺ കഴിഞ്ഞാൽ പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് വേണ്ട അളവിനനുസരിച്ച് പല ബാച്ചായി വേണം വെക്കാൻ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ ഇടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.